നമസ്കാരം. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ടെക്നോക്രാറ്റ്, ഒരു പാർട്ടിയുടെ, അതും ഇന്ത്യ ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ കേരള അധ്യക്ഷനാവുന്നു. ഒരു ചരിത്രമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ രാജീവ് ചന്ദ്രശേഖർ എന്ന അധ്യക്ഷനെ ഭയക്കുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ഇനി കോൺഗ്രസ് ഭയന്നില്ലെങ്കിൽ ഭയക്കേണ്ടതുണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവ് എന്നുള്ളതാണ് പലരും വിലയിരുത്തുന്നതും. അതിൻ്റെ കാരണങ്ങൾ ഇത് തന്നെയാണ്. കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ഇത്ര കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, കേരളത്തിലുള്ള പല നേതാക്കന്മാരും പല സമയത്തും BJPയുടെ അധ്യക്ഷ സ്ഥാനം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇരിക്കുമ്പോഴും കേരളത്തിലെ BJPയെ അവർ ഭരിക്കുമ്പോഴുമൊക്കെ പാർട്ടി മുന്നേറും എന്നല്ലാതെ വോട്ടുകൾ കുറയുമെന്നുള്ള ആശങ്ക UDFനോ LDFനോ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലം മാറുകയാണ്. മുൻപ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ കപിൽ സിബൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. യുവജനങ്ങളുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുന്നില്ല എന്ന്. യുവജനങ്ങളെ കൃത്യമായ രീതിയിൽ നോക്കിക്കണ്ട് മുന്നോട്ട് പോകുവാനാണ് രാജീവ് ചന്ദ്രശേഖർ പ്ലാൻ ചെയ്യുന്നത്. യുവജനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമില്ല കേരളത്തിൽ എന്നുള്ള ഒരു പഠനവും കൃത്യമായി BJPക്കുണ്ട്. അവരുടേതായ രാഷ്ട്രീയത്തെ ചർച്ചയ്ക്കായി എടുക്കുക എന്നുള്ളതാണ് BJP ആദ്യം ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഇവിടെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ കൃത്യമായ രീതിയിൽ കോൺഗ്രസിനാണ് ലഭിക്കുക. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന BJPയുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായ രീതിയിൽ പണിയെടുത്താൽ അതും പാളും. BJPക്ക് വോട്ടുകൾ കൂട്ടിക്കിട്ടിയാൽ ഒരു കേഡർ പാർട്ടിയായ CPMന് മൂന്നാമതും അധികാരത്തിലെത്തുവാൻ സാധിക്കുമെന്നും പലരും വിലയിരുത്തുന്നു. ഇനി മൂന്നാമത്തെ കാര്യമാണ് വീണ്ടും ഒരു തലവേദന. വിശ്വപൗരൻ എന്ന നിലയിൽ കേരളത്തിലും ഇന്ത്യയിലും പ്രശസ്തി ആർജിച്ച നേതാവാണ് ശശി തരൂർ. ശശി തരൂർ MP ജയിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രൗഢിയുടെ മറവിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുറി തരൂർ നന്നായി വിയർത്തു. ശശി തരൂർ വിയർക്കാനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രത്യേക പ്രചരണ രീതികളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കണ്ടത്. ചെറിയ നേരിയ ഭൂരിപക്ഷത്തിലാണ്, ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തരൂർ ജയിച്ചത്. ഈ സ്ട്രാറ്റജി കേരളത്തിൽ മുഴുവൻ രാജീവ് ചന്ദ്രശേഖർ നടപ്പാക്കിയാൽ പണി പാളുമെന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന കേരളത്തിലെ BJP ക്രൈസ്തവർ കൂടുതലായി BJPയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖറും എത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന RC നേതൃത്വം നൽകുന്ന കേരളത്തിലെ BJPയിൽ പല ക്രൈസ്തവ നേതാക്കളും മുൻപന്തിയിൽ ഉണ്ടാവുമെന്നും പറയുന്നു. ജനറൽ സെക്രട്ടറിയായും വർക്കിംഗ് പ്രസിഡന്റുമായും ഒക്കെ കമ്മിറ്റിയിൽ ഇവർ സജീവമാവുമെന്നും കേൾക്കുന്നു. അങ്ങനെ വന്നാൽ കോൺഗ്രസിനെ തുണയ്ക്കുന്ന ക്രൈസ്തവ വോട്ടുകളും BJP കൊണ്ടുപോകും. എന്തായാലും മുട്ട് വിറയ്ക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ അനവധിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ എല്ലാ നേതാക്കളും മുഖ്യമന്ത്രിയാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള കളികളായിരുന്നു. ഈ കളി പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വരികയും ചെയ്തു. അങ്ങനെ അധികാരത്തിന് വേണ്ടി അടികൂടുന്ന ഒരു പാർട്ടി നേതാക്കളാണ് കോൺഗ്രസിലെന്ന് ഒരു ട്രെൻഡ് നിലവിലുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന രീതിയിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോപ്പ് കൂട്ടുമ്പോഴാണ് RCയുടെ മാസ് എൻട്രി. എന്താവും എന്നുള്ളത് ഇനി കാണാൻ പോകുന്നതേയുള്ളൂ.